വെരിക്കോസ് വെയിൻ അഥവാ കാലിൽ ഞരമ്പുകൾ തടിച്ചു വീർത്തു വരുന്ന രോഗമുണ്ടായാൽ ഓപ്പറേഷനിലൂടെ രക്തക്കുഴലുകളെ എടുത്തു മാറ്റുകയോ ലേസറോ ഇഞ്ചക്ഷനുകളോ വഴി രക്തക്കുഴലുകളെ ചുരുക്കിക്കളയുകയോ ചെയ്യുകയാണ് മോഡേൺ മെഡിസിനിൽ ചികിത്സയുടെ ഭാഗമായി ചെയ്യാറുള്ളത്. പക്ഷേ പലരിലും കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ രോഗം വീണ്ടും വരുന്നു. ഓപ്പറേഷന് ശേഷവും വീണ്ടും ഞരമ്പ് തടിക്കൽ മൂലമുള്ള അസ്വസ്ഥതകൾക്കൊപ്പം മുട്ടിന് തേയ്മാനവും ആർത്രൈറ്റിസും മൂലമുള്ള അസ്വസ്ഥതകളും പ്രമേഹത്തിനും പ്രഷറിനും കൊളസ്ട്രോളിനും മരുന്നുകൾ കഴിച്ചിരുന്ന രോഗിക്ക് വീണ്ടും ഓപ്പറേഷൻ ആവശ്യമായി വന്നപ്പോൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിലൂടെ എങ്ങനെ ഓപ്പറേഷനുകൾ ഒഴിവാക്കാനായി, അസ്വസ്ഥതകൾ കുറയാൻ എത്ര നാൾ വേണ്ടി വന്നു, പ്രമേഹത്തിനും പ്രഷറിനും കൊളസ്ട്രോളിനും ഒക്കെയായി കഴിച്ചിരുന്ന മരുന്നുകൾ കുറച്ചു കൊണ്ടുവന്ന് നിർത്താൻ എത്ര നാൾ വേണ്ടി വന്നു, ലാബ് ടെസ്റ്റുകൾ എങ്ങനെയാണ് ശരീരത്തിനുണ്ടായ പുരോഗതി വിലയിരുത്താനും മരുന്നുകൾ കുറച്ചു കൊണ്ടുവന്ന് നിർത്താനും സഹായിച്ചത് തുടങ്ങിയവയാണ് ഇതിൽ വിശദീകരിക്കുന്നത്. എൻ്റെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ആണ് ഇതിൽ പങ്കുവയ്ക്കുന്നത്. ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ഓപ്പറേഷൻ ഒഴിവാക്കാനും മരുന്നുകൾ കുറച്ചു കൊണ്ടുവന്ന് നിർത്താനും കഴിഞ്ഞ രോഗികളുടെ കേസ് സ്റ്റഡിയാണ് ഈ സീരീസ്. ജീവിതശൈലി രോഗങ്ങൾക്ക് പരിഹാരം മരുന്നും ഓപ്പറേഷനും അല്ല, അതിന്റെ അടിസ്ഥാന കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കുകയാണ് എന്ന അവബോധം എല്ലാവരിലും ഉണ്ടാക്കുക എന്നതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. നൂതന ചികിത്സാ രീതികളെയും അവയുടെ ഗുണദോഷങ്ങളെയും ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ യൂട്യൂബ് ചാനലിലെ മറ്റു വീഡിയോകളിൽ നിന്നും ലഭ്യമാണ്. ഈ പേഷ്യന്റിന്റെ ഡീറ്റെയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇത് ഒരു ലേഡിയാണ്, 65 വയസ്സ്, പൊക്കം 163 സെന്റിമീറ്റർ, വെയിറ്റ് 65 കിലോ. അവരുടെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരിക്കോസ് വെയിന് തുടങ്ങിയിട്ട് അവർ മനസ്സിലാക്കിയത് ഒരു 30 വർഷമായിട്ട് വെരിക്കോസ് വെയിൻ ഉണ്ട്. 20 വർഷം മുമ്പ് അവർക്ക് ആ വെരിക്കോസ് വെയിൻ എടുത്ത് കളയുന്ന ഓപ്പറേഷൻ ചെയ്തു. അന്ന് കാലിൽ തടിച്ച് ഒരു വർഷം എന്ന് പറഞ്ഞാൽ അവർ 45 വയസ്സുള്ളപ്പം എടുത്തു കളഞ്ഞു. അന്ന് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു കാര്യമായിട്ട്. പക്ഷെ തടിച്ചു കിടക്കുന്ന ഒരു അഭംഗി എന്നുള്ള നിലയിൽ അത് എടുത്തു കളഞ്ഞതാണ്. അത് കഴിഞ്ഞ് പിന്നെ പതുക്കെ ഗ്രാജുവലി അത് വീണ്ടും വരാൻ തുടങ്ങി. ഇപ്പൊ കൂടുതൽ വളരെ ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ്. അന്നേരം വീണ്ടും ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ സമയത്താണ് അവര് വരുന്നത്. ആക്ച്വലി അതുകൂടാതെ അവര് ഹൈപ്പർ ടെൻഷന് വേണ്ടിയിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട് 10 വർഷമായിട്ട്. പിന്നെ കൊളസ്ട്രോളിന് വേണ്ടിയിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്. 8 വർഷമായിട്ട് കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ മെയിൻ ഡിഫിക്കൽട്ടി മുട്ടിന് വേദനയും കൂടെ ഉണ്ടെന്നുള്ളതാണ്. കാലിന് മൊത്തത്തിൽ വെരിക്കോസ് വെയിൻ്റെ വേദനയുണ്ട്, കഴുപ്പും ബുദ്ധിമുട്ടും, മസിൽ ക്രാംസ് വരിക, ഉറങ്ങാൻ പറ്റാതെ വരിക, അങ്ങനത്തെ പല ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ കൂടെ നടക്കാൻ ബുദ്ധിമുട്ടാണ്, മുട്ടുവേദനയും കൂടെ ഉണ്ട്. അപ്പം അതിൽ ആർത്രൈറ്റിസിൻ്റെയും കൂടെ തുടങ്ങിയിട്ടുണ്ടെന്നാണ്. അത് കൂടാതെ കാലിൻ്റെ സ്കിന്നിന് ഡിസ്കളറേഷനും ചൊറിച്ചിലും ഉണ്ട്, ഡിസ്കളറേഷൻ ഉണ്ട്. അതുപോലെ പാച്ചി ആയിട്ടുള്ള ഒരു അൾസറിൻ്റെ തുടക്കം പോലെയുള്ള, അത് ഒരു വെരി നോൺ ഹീലിംഗ് സിവിയർ അൾസർ എന്ന് പറയാൻ പറ്റില്ല, ചെറിയതായിട്ടുള്ള പല പാച്ചി ഏരിയാസും ഉണ്ട്. ഈ ആർത്രൈറ്റിസിന്റെ പ്രോബ്ലത്തിന് വേണ്ടിയിട്ട് അവരോട് നീ റീപ്ലേസ്മെന്റ് സർജറിയും കൂടെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 2 പ്രോബ്ലം ഉണ്ട്. അപ്പൊ നീക്ക് വെരിക്കോസ് വെയിന് വേണ്ടിയിട്ടും ഒരു സർജറി പറഞ്ഞിട്ടുണ്ട്, അതുപോലെ നീ റീപ്ലേസ്മെന്റ് സർജറി മുട്ടുവേദനയ്ക്ക് വേണ്ടിയിട്ടും കൂടെ പറഞ്ഞൊരു സാഹചര്യത്തിലാണ് അവർ ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്. നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ 2 കാലിലും നന്നായിട്ട് തൈയിലും താഴെയും ഒക്കെ രക്തക്കൊഴലുകൾ വീർത്ത് നീളിച്ച രക്തക്കൊഴലുകളുണ്ട്. അതുകൂടാതെ സ്കിന്നിൽ 2ലും കളർ വ്യത്യാസമുണ്ട്. അതുപോലെ കാലിനും വളവ് പോലെ വന്നിട്ടുണ്ട്. കാലിങ്ങനെ പ്രത്യേകിച്ച് റൈറ്റ് ലെഗിന് കൂടുതൽ പ്രോബ്ലം ആയിട്ടുണ്ട്. ഈവൻ ഈ ഫുട്ടിൽ, അതായത് പാദത്തിലെ ഈ പെരുവിരലില് ഇങ്ങനെ സൈഡിലേക്ക് വരുന്നത്. അതായത് ചിലത് 2 രീതിയിലും ഇങ്ങനെ വരാം ആർത്രൈറ്റിസ് ഉള്ളവർക്ക്. ഒന്ന് ലാറ്ററിലേക്കും പോകാം, ഇവരുടെയാണ് മീഡിയയിലേക്ക്. അതിന് ഹാലസ് വാൾഗസ് എന്ന് പറയും മെഡിക്കൽ ടേംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ബേസിക്കലി വിരൽ അകത്തേക്ക് മടങ്ങുന്ന പോലെ, എല്ലാ വിരലുകളും ഇങ്ങോട്ട് തിരിഞ്ഞു വരുന്ന പോലെ, ഇങ്ങനെ ഉള്ളിലേക്ക് ചിരിയുന്ന പോലെ ഉള്ളൊരു ഇവിടെ കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് അവരുടെ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ, സർജറിയുടെ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ വെരിക്കോസ് വെയിന് വേണ്ടിയിട്ട് സർജറി ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ യൂട്രസ് റിമൂവലും ചെയ്തിട്ടുണ്ട്. 2001 യൂട്രസ് റിമൂവൽ ചെയ്തതാണ്, അത് ബ്ലീഡിങ്ങിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. ഫാമിലി ഹിസ്റ്ററിയിൽ അമ്മയ്ക്ക് ഇതുപോലെ വെരിക്കോസ് വെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിനകത്തുനിന്ന് അവരുടെ ഹിസ്റ്ററിയിൽ നിന്ന് ക്ലിനിക്കൽ എക്സാമിനേഷൻ വെച്ച് നോക്കുമ്പോൾ അവരുടെ ഇനിഷ്യൽ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് വെരിക്കോസ് വെയിൻ ഉണ്ട്, റെക്കറൻസ് ആഫ്റ്റർ സർജറിയാണ്. ഇപ്പം സ്റ്റേജ് നോക്കിയാൽ സ്റ്റേജ് 6 ആണ്. ഒരു നന്നായിട്ട് കൂടുതലുള്ള ഒരു സ്റ്റേജാണ് സ്റ്റേജ് 6 എന്ന് പറയുന്നത്. അതുകൊണ്ട് അപ്പോൾ ഇനി അതിന് സർജറി, ചിലപ്പോൾ സ്ലിറോതെറാപ്പി ആകാം, പല രീതിയിലുള്ള സർജറികളുണ്ടല്ലോ. അതിലേതെങ്കിലും ആയിരിക്കാം ഡോക്ടർ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് അവർക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയത്തില്ല. എന്ത് സർജറിയാണ്, ലേസറാണോ, അൾട്രാസൗണ്ട് ആണോ, അതോ സ്ലിറോതെറാപ്പി ആണോ എന്നൊന്നും അവർക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല.
ആർത്രൈറ്റിസിന്റെ കാര്യത്തിൽ നീക്ക് സർജറി പ്രത്യേകിച്ച് റൈറ്റ് സൈഡിലെ നീ റീപ്ലേസ് ചെയ്യണമെന്നുള്ളതാണ്. ഇത് ഒട്ടും നടക്കാൻ മേലാത്തൊരു സ്റ്റേജാണ്. കുറച്ചു നേരം നടക്കുമ്പോൾ തന്നെ ബുദ്ധിമുട്ട് വരുന്നു. അതുപോലെ ഈ കാലില് ഹാലസ് വാൾഗസ് ആർത്രൈറ്റിസിന്റെ ആർത്രൈറ്റിസ് ശരിക്കും ബാധിച്ചിരിക്കുന്ന മുട്ടിനെയും ബാധിച്ചിട്ടുണ്ട്, ആങ്കിളിനെയും ബാധിച്ചിട്ടുണ്ട്, പാദത്തിലെ ജോയിന്റുകളെ എല്ലാം ബാധിച്ചിട്ടുണ്ട്. കൂടാതെ ഹൈപ്പർ ടെൻഷനും പ്രഷറിനുള്ള മരുന്നുണ്ട്. ഡിസ്ലൈപ്പിഡീമിയയ്ക്കും വർഷങ്ങളായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് അവരുടെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സിംറ്റം വൈസ് നമ്മുടെ ട്രീറ്റ്മെന്റ്, അതായത് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ തുടങ്ങുന്നതിന് മുമ്പായുള്ള സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിന് വേദന, പ്രത്യേകിച്ച് 2 കാലിനും വേദന, മുട്ടിന് പ്രത്യേകിച്ചുണ്ട്, ഫുട്ടിൽ പാദത്തിലും കൂടുതലുണ്ട്. പിന്നെ കാലിൽ നല്ല നീരുണ്ട്, സ്കിന്നിൽ ചൊറിച്ചിലുണ്ട്, കറുപ്പ് ഡിസ്കളർ നിറവ്യത്യാസമുണ്ട്, അതുപോലെ ചെറിയ ആൾസസും ഉണ്ട്. പിന്നെ ഫുട്ടിന് ഡിഫോമിറ്റി വന്നിട്ടുണ്ട്, അത് ഹാലസ് വാൾഗസ് എന്ന് പറഞ്ഞ പോലെയുള്ള ഇതുണ്ട്. ഡയലേറ്റഡ് പ്രോമിനന്റ് ആയിട്ടുള്ള ഡയലേറ്റഡ് വെയിൻസ് തൈസ് മുതൽ താഴേക്കൊക്കെ ഉണ്ട്. അവർ കഴിക്കുന്ന മരുന്നുകൾ റോസുവാസ്റ്റാറ്റിൻ കഴിക്കുന്നുണ്ട് കൊളസ്ട്രോളിന് വേണ്ടിയിട്ട്, ടെൽമിസാർട്ടാൻ ഉണ്ട്, മെറ്റപ്രലോൾ, അതൊക്കെ 2 BP-ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ബയോട്ടിനിക് എന്ന് പറഞ്ഞ് വേറൊരെണ്ണമുണ്ട്. പിന്നെ ക്യാപ്സിക്കോഡ്, വൈറ്റമിൻ D3, അത് വൈറ്റമിൻ ആണ്, ന്യൂറോബയോൺ ഫോട്ടോ, ഇത്ര മരുന്നുകളാണ് കഴിക്കുന്നത്. പിന്നെ ടെസ്റ്റ് റിപ്പോർട്ടിൽ നോക്കിയാൽ അവർക്ക് ഡയബറ്റീസിന്റെ തുടക്കം കൂടെ ഉണ്ട്. SBA1C 6.2 ഉണ്ട്. GFR 86. GFR ശരിക്കും 90-ക്ക് മുകളിലാണ് വേണ്ടത്, അത് 86 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അത് ഡയബറ്റീസിന്റെയും ഹൈപ്പർ ടെൻഷനും ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. അത് കിഡ്നിയെ ചെറുതായിട്ട് ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തൈറോയിഡിന്റെ ഒരു വലിയ മേജർ ആയിട്ടില്ല, ഒരു തൈറോയിഡിന്റെ T4 ഇച്ചിരി കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ TSH, T3 നോർമലാണ്. പിന്നെ നമ്മൾ ഈ ഇങ്ങനത്തെ രോഗങ്ങൾ ഇപ്പം ബേസിക്കലി ഇതിൽ നമ്മളൊരു അലർജി, അതായത് നമ്മുടെ ബോഡിയും ഫുഡും നമ്മുടെ ബോഡിയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും നമ്മൾ അലർജി ടെസ്റ്റുകൾ, ഫുഡ് ഇൻടോളറൻസ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നോക്കാറുണ്ട്. അതിലൊക്കെ പല തരം ഫുഡിനോടും ഇവർക്ക് അലർജി ഉള്ളത്, അലർജി അല്ലെങ്കിൽ ബോഡി റിയാക്ട് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ക്യാബേജ്, പപ്പായ, കടല, നമ്മൾ ഈ പുട്ടും കടലയൊക്കെ കഴിക്കുന്നുണ്ട്, ആ കടല, ജാഗറി, പൊട്ടാറ്റോ, അങ്ങനെ പല സാധനങ്ങളോടും റുട്ടീനായിട്ട് ഉപയോഗിക്കുന്ന പല ഫുഡ് ഐറ്റംസിനോടും അലർജി കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ ബോഡിയുടെ പ്രത്യേകതകളിലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് 65 kg, കുറച്ചൊരു ഓവർ വെയിറ്റ് ആവും, ഒത്തിരി ഒബേസിറ്റി എന്ന് പറയാനില്ല, ഓവർ വെയിറ്റ് ആണ്. BMI 24.2, ശരിക്കും ഇന്ത്യൻസിന് മാക്സിമം ആകാവുന്ന BMI 23 ആണ്, 24.2 ഉണ്ട്. BP മരുന്ന് എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് സ്ലൈറ്റ്ലി ഹയർ ലെവലിൽ തന്നെയാണ്, 130/90 ഉണ്ട്. ബോഡി ഏജ് ഒത്തിരി കൂടുതലില്ല, അവർക്ക് 65 ആണ്, 67 ആണ് ബോഡി ഏജ് കാണിക്കുന്നത്. ഫാറ്റ് പെർസെൻറ്റേജ് കൂടുതലാണ്. ഐഡിയലി 25% വേണ്ടിടത്ത് 35.7% ഫാറ്റ് ലെവൽ കാണിക്കുന്നുണ്ട്. നമ്മൾ കഴിയുമ്പോൾ ഇതെല്ലാം നമ്മൾ നോക്കി കഴിയുമ്പോൾ നമ്മൾ ഫൈനൽ ഡയഗ്നോസിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി വെരിക്കോസ് വെയിൻ റെക്കറൻസ് ഉണ്ട്, സ്റ്റേജ് 6, സർജിക്കൽ ആവശ്യം പറഞ്ഞിരിക്കുന്ന പേഷ്യൻ്റാണ്. അതുപോലെ ആർത്രൈറ്റിസിന് കാര്യമായിട്ട് ഡിഫോമിറ്റി ഉണ്ട്. ഇപ്പം നമുക്ക് മുട്ടിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. യൂഷ്വലി നമുക്ക് എല്ലായിടത്തും മുട്ടുമാറ്റലൊരിക്കലും മാത്രമല്ലേ അവൈലബിൾ ഉള്ളൂ. ബാക്കിയുള്ള ആക്ച്വലി ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാദത്തിലും ആംഗിളിനും ഒക്കെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും നമുക്ക് മാറ്റിവെക്കൽ സർജറി ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഡയബറ്റിസും ഉണ്ട്, അതുപോലെ ഹൈപ്പർ ടെൻഷനും ഡിസ്ലൈപ്പിഡീമിയ ഉണ്ട്, ബേസിക്കലി ഓവർ വെയിറ്റും ആണ്. ഇതാണ് നമ്മുടെ ഒരു ഡയഗ്നോസിസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് ഏത് ഡിസീസ് കാറ്റഗറി വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെറ്റബോളിക് സിൻഡ്രോം, അതാണല്ലോ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഓവർ വെയിറ്റ്, ഡിസ്ലൈപ്പിഡീമിയ, ഇതെല്ലാം കൂടെ വരുന്നത് നമ്മൾ മെറ്റബോളിക് സിൻഡ്രോം എന്നാണ് പറയുന്നത്. അതുകൂടാതെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, അതായത് ആർത്രൈറ്റിസും ഉണ്ട്, അതുപോലെ വെരിക്കോസ് വെയിനും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റഡീസ് കാണിക്കുന്ന ഈ വെരിക്കോസ് വെയിനെ സംബന്ധിച്ചുള്ളത് നമ്മളൊരു ബേസിക്കലി ഒരു ഓട്ടോ ഇമ്മ്യൂൺ സ്ലോ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണെന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനും റെഗുലർ നമ്മൾ സെൽഫായിട്ട് ചെയ്യുന്ന ലൈഫ് സ്റ്റൈൽ കറക്ഷൻ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതാണ്, അല്ലെങ്കിൽ എന്താണ് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഈ വെരിക്കോസ് വെയിനും ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും കൊളസ്ട്രോളും എല്ലാം കൂടുന്നതും എല്ലാം നമ്മൾ ജീവിതശൈലി രോഗങ്ങളുടെ വിഭാഗത്തിലാണ് വരുന്നത്. അപ്പം നമ്മൾ ഇതിനൊക്കെ എപ്പോഴും ഡോക്ടേഴ്സ് ആണെങ്കിലും പറയാം ആദ്യം ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുക, ഓവർ വെയിറ്റ് ഉണ്ടെങ്കിൽ കുറയ്ക്കുക, ഇതൊക്കെയാണ്. അപ്പം വെരിക്കോസ് വെയിൻസ് ഉള്ള ആൾക്ക് ശരിക്കും ഓവർ വെയിറ്റ് ഉണ്ടെങ്കിൽ കുറയ്ക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം പേഷ്യൻ്റ് സെൽഫായിട്ട് നോക്കിയിട്ടും പറ്റാതെ വരുന്ന ഇതിലാണ് നമുക്ക് മരുന്ന് കഴിക്കേണ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാൻ രോഗിക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെ വരുമ്പം ഡോക്ടേഴ്സിന് സാധാരണ നിലയിൽ അഡ്വൈസ് കൊടുക്കാനല്ലേ പറ്റുള്ളൂ. അപ്പം പേഷ്യൻറ്റിനെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ നോക്കും. അപ്പം അത് സാധിക്കാതെ വരുമ്പോഴാണ് നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എടുക്കുന്നത്. അപ്പം അതിലെന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊരു ഒപ്റ്റിമൽ
ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലൈഫ് സ്റ്റൈൽ ഒപ്റ്റിമൽ ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ന്യൂട്രീഷൻ, ഫുഡ് നമ്മൾ ഒപ്റ്റിമൽ ക്വാണ്ടിറ്റിയിൽ കഴിക്കുക, ന്യൂട്രീഷൻ എല്ലാം കറക്റ്റ് ആയിരിക്കുക, എക്സസൈസ് കറക്റ്റ് അളവിലായിരിക്കണം, കൂടാനോ കുറയാനോ പാടില്ല. അതുപോലെ നമ്മുടെ ബോഡിയിൽ എത്തുന്ന ടോക്സിൻ്റെ അളവ്, ഇപ്പോൾ ബോഡിയിൽ കെട്ടിക്കിടക്കുന്നത് കളയാനും പറ്റണം, പിന്നെ ഉള്ളിലേക്ക് ചെല്ലുന്നത് കുറയ്ക്കാനും പറ്റണം. ഈ പാരാമീറ്റേഴ്സ് ആണ് നമ്മൾ ഒരു ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ നമുക്ക് സെൽഫ് നോക്കുമ്പോൾ പറ്റാതെ വരുമ്പോൾ മോർ അഡ്വാൻസ്ഡ് ആയിട്ട് സപ്പോർട്ടോട് കൂടി, അപ്പോൾ അതിനാണ് നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഒരു അതിന് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് ഉണ്ടാകുക എന്നുള്ളതാണ്. നെക്സ്റ്റ്, നമ്മൾ ഈ പേഷ്യൻറ്റിൻ്റെ എന്തൊക്കെയായിരുന്നു ഇത് കഴിഞ്ഞിപ്പം നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് പേഷ്യൻ്റ് 2 സർജറിയാണ് പറഞ്ഞിരിക്കുന്നത്. ഓൾറെഡി ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഒക്കെ ഉള്ള രോഗിയാണ്. അപ്പോൾ അവർക്ക് കാലിനും ബുദ്ധിമുട്ടുണ്ട്, നടക്കാൻ മേല, അതിൻ്റെ കൂടെ സർജറിയും കൂടെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് ഒരു സർജറി കൊണ്ട് പറ്റില്ല, 2 ടൈപ്പ് ഓഫ് സർജറി തന്നെ വേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്താൽ എന്ത് ബെനിഫിറ്റ് കിട്ടും, എത്ര നാളെടുക്കും അതിൻ്റെ ഒരു ബെനിഫിറ്റ് കാണാൻ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഇവർക്ക് ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിംറ്റംസ് ഉണ്ട്. വേദന, നീര്, കാലിൽ ചൊറിച്ചിൽ, അൾസർ, ഇതൊക്കെയാണ് മെയിൻ സിംറ്റംസ്, ഡയലേറ്റഡ് വെയിൻസ്. ഇവിടെ 8ാമത്തെ ദിവസം വന്നപ്പോഴേക്കും തന്നെ അവരുടെ വേദനയ്ക്ക് നല്ല വ്യത്യാസം വന്നെന്നുള്ളത് നല്ലതെന്ന് പറയാൻ പറ്റും. 30% കുറവ് വന്നു. അതുപോലെ നീര് പക്ഷേ ഒരു 80% കുറഞ്ഞു. അതുപോലെ നീര്, ചൊറിച്ചിൽ, അൾസർ, അവിടെ ഇങ്ങനെ പാച്ചി ഇതൊക്കെയുള്ള ഡീപ്പായിട്ടുള്ള അൾസർ ആയിരുന്നില്ല, സൂപ്പർഫിഷ്യൽ പോലെയുള്ളതാണ്. അതൊക്കെ ഓൾമോസ്റ്റ് ക്ലിയർ ആയെന്നുള്ളതായിരുന്നു. ഓൾമോസ്റ്റ് 80% ക്ലാരിറ്റി വന്നു. 15th ഡേ വന്നപ്പോഴേക്കും കാലിലെ വേദനയൊക്കെ ഒരു 50% പോയി. അപ്പോൾ 30 days, 1 മാസം ആയപ്പോഴേക്കും ഒരു 70% വേദന, ബുദ്ധിമുട്ട്, നടക്കാനൊന്നും ബുദ്ധിമുട്ടില്ല എന്നായി. കൂടുതലും നേരം നടക്കും, അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ മാത്രമേ വേദനയുള്ളൂ. ആൻഡ് 60 days ആയപ്പോഴേക്കും പെയിൻസ് ആസ്പെക്ട് കംപ്ലീറ്റ് ഓൾമോസ്റ്റ് 90% പോയി. 90th ഡേ വരുമ്പോഴേക്കും പെയിൻ, നടക്കാനോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല. അതുപോലെ കാലിലെ നീര്, ചൊറിച്ചിൽ, അൾസർ, ഇതൊക്കെ ഓൾമോസ്റ്റ് 15th ഡേ ആയപ്പോഴേക്കും കംപ്ലീറ്റ് ക്ലിയർ ആയി. സ്കിന്നിൻ്റെ ഡാർക്കനിങ് കുറഞ്ഞെന്ന് പറയാനേ പറ്റുള്ളൂ. കംപ്ലീറ്റ് പോയെന്നൊരു 60%, 3 months ആയപ്പോഴേക്കും ഒരു 60% ആ ഡാർക്കനിങ് ഒക്കെ നല്ല വ്യത്യാസം വന്നു. പക്ഷെ പണ്ട് നേരത്തെ ഓപ്പറേഷൻ ചെയ്ത സ്ഥലങ്ങളിലൊക്കെ മുറിവും ഇങ്ങനെ ഒരു സ്കാറിങ്ങും ഒക്കെ ഉണ്ട്. അതിനൊന്നും നമ്മൾ വലിയ ചേഞ്ചസ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല, കാരണം അത് ഓൾറെഡി വന്നിരിക്കുന്ന ഡാമേജുകളാണല്ലോ. പിന്നെ കാലിൻ്റെ ഡിഫോമിറ്റീസിന് ഒരു കുറവ് വന്നെന്നേ പറയാൻ പറ്റുള്ളൂ. ഒരു 20% കുറവേ വന്നിട്ടുള്ളൂ. അതായത് ഡിഫോമിറ്റി ഓൾറെഡി വന്നു പോയ കാര്യങ്ങൾ അത് തിരിച്ചാക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അതുപോലെ തന്നെ ഡയലേറ്റഡ് വെയിൻസ് ഉള്ളത് ഒരു 20 to 30% അതിന് കുറവ് വന്നു. നമ്മൾ എല്ലാത്തിലും നമ്മൾ ക്ലിനിക്കൽ ഫോട്ടോസും കൂടെ എടുക്കും, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ളതും അത് കഴിഞ്ഞിട്ട് വരുന്ന ചേഞ്ചസും കൂടെ നമ്മൾ ഒരു വിസിറ്റിൽ നോക്കും. അപ്പം മാർക്കഡ് ആയിട്ടുള്ള ഡിഫറൻസ് തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഒരിക്കലും വെരിക്കോസ് വെയിൻസ് ഇത് വെച്ചിട്ട് കംപ്ലീറ്റ് പോകും, അത് പെട്ടെന്ന് വരും, 30 days അല്ല 90 days ടൈമിൽ പോകുമെന്ന് പ്രതീക്ഷിക്കരുത്. പക്ഷെ നമ്മുടെ സിംറ്റം വൈസ് നല്ല നല്ല വ്യത്യാസമായിരിക്കും വരുന്നത്. ഓൾമോസ്റ്റ് നമുക്ക് സിംറ്റം ഫ്രീ ആക്കാൻ പറ്റും എന്നുള്ളതാണ്. നെക്സ്റ്റ്, അവരുടെ മരുന്നുകളെ കുറിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, മരുന്ന് ഡേ 1 ഉണ്ടായിരുന്ന നമ്മൾ ഈ ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് അങ്ങനത്തെ എല്ലാം നമ്മൾ ഡേ 1 തന്നെ നിർത്തും. പിന്നെ ഈ സ്റ്റാറ്റിൻ പോലെയുള്ള മരുന്നുകൾ നമ്മൾ ആദ്യം ഹാഫ് ആയിട്ട് കുറയ്ക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും 1 week ആകുമ്പോൾ നമ്മൾ കൊളസ്ട്രോൾ നോക്കും. ഇപ്പോൾ ഇവരുടെ കൊളസ്ട്രോൾ കൺട്രോൾ ആയിരുന്നു. അപ്പോൾ 15th ഡേ ആയപ്പോഴേക്കും ഓൾട്ടർനേറ്റ് ഡേയ്സ് ആയി. 30 days ആയപ്പോഴേക്കും കൊളസ്ട്രോളിൻ്റെ മരുന്നില്ലാതെ തന്നെ കൊളസ്ട്രോൾ നോർമലായി 30th ഡേ വന്നപ്പോഴേക്കും. അപ്പം ബൈ 30th ഡേ എല്ലാ മരുന്നുകളും നിർത്താൻ പറ്റി, എല്ലാ സിംറ്റംസും മാറാൻ പറ്റി. ബ്ലഡ് റിപ്പോർട്ടിലെ ഇംപ്രൂവ്മെന്റ്സ് നോക്കിയാൽ HbA1c 5.9 ആയി, 15th ഡേ ആയപ്പോൾ 5.7 ആയി, 30th ഡേ ആയപ്പോഴേക്കും 5.6 ആയി. പിന്നെ 30 days HbA1c നോർമലായി. യൂഷ്വലി നമ്മൾ HbA1c 3 months കൂടുമ്പോഴാണല്ലോ എല്ലാവരും നമ്മൾ മോഡേൺ മെഡിസിൻ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ ഇൻസുലിനും ഇതൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് 3 months കൂടുമ്പോഴാണ്. നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ട് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ നമ്മൾ എവറി വീക്ക് തന്നെ നോക്കും തുടക്കത്തിൽ. അത് കഴിഞ്ഞ് പിന്നെ മന്ത്സ് കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മന്ത്ലി ആയിട്ട് നോക്കാം. അതുപോലെ ESR കൂടുതലുണ്ടായിരുന്നു. അത് 8th ഡേ ആയപ്പോഴേക്കും 1 week കഴിഞ്ഞപ്പോഴേക്കും അത് 23 വന്നു. പിന്നെ ഡേ 90 നോക്കുമ്പോൾ വീണ്ടും അത് 21 ഉള്ളൂ. നോർമലായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തൈറോയ്ഡ് ഫംഗ്ഷൻ ഇതിൻ്റെ വീക്ക് അത് നോർമലായി. അലർജി ആൻഡ് ഇൻടോളറൻസ് ടെസ്റ്റ് നമ്മൾ റിപ്പീറ്റ് ചെയ്യാറില്ല, കാരണം അത് ഒരു കോസ്റ്റ്ലി ടെസ്റ്റാണ്. പിന്നെ അത് നമുക്ക് വൺസ് അതിലുണ്ടെങ്കിൽ അത് മാറിയെന്ന് പറഞ്ഞാലും നമുക്ക് പിന്നെയും എപ്പോഴും മാറ്റാൻ പറ്റില്ല. അത് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു 90 days അല്ലെങ്കിൽ 6 months ഒക്കെ കഴിയുമ്പോൾ മാത്രമാണ് അത് ചെക്ക് ചെയ്യാറുള്ളൂ. ചിലപ്പോൾ പല അലർജികളും ചിലപ്പം നമ്മൾ എല്ലാ പാരാമീറ്റേഴ്സും കറക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പലതും മാറിയിട്ടുണ്ടാവും. അപ്പം നമുക്ക് അങ്ങനെയുള്ള പല ഫുഡും കുറേയൊക്കെ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാനും പറ്റും.
നെക്സ്റ്റ് നമ്മൾ ബോഡി പാരാമീറ്റേഴ്സിൽ ബേസിക്കലി ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ബോഡിയാണ്. ബോഡിക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ നമ്മുടെ ബോഡിയുടെ പ്രൊപ്പോർഷൻസും ബോഡിയിലെ കണ്ടൻസ് അല്ലെ കെമിക്കൽ നേച്ചറും സെല്ലുലാർ ലെവലിലുള്ള ചേഞ്ചസുമാണ് നമ്മൾ രോഗിയാക്കുന്നത്. അപ്പൊ അതിൽ എന്തൊക്കെ വ്യത്യാസം വന്നു എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഇപ്പൊ വെയിറ്റ് അവർക്ക് 30 days ആയപ്പോഴേക്കും 60.9 വന്നു. ഡേ 60 ആയപ്പോഴേക്കും 59 വന്നു. ഡേ 90 വന്നപ്പോഴേക്കും 58. ആക്ച്വലി നമ്മൾ ഉദ്ദേശിച്ചത് ഡേ 90 ആകുമ്പോഴേക്കും തന്നെ 55 എത്തിക്കാവുന്നതാണ്, പക്ഷെ അത്രയും വന്നില്ല. അപ്പം ഒരു ഡേ 180 ആകുമ്പോഴേക്കും ഇനി ഫ്യൂച്ചറിൽ നമ്മൾ എയിം ചെയ്യുന്നത് 55 എത്തിക്കുക എന്നുള്ളതാണ്. BMI ആണെങ്കിലും 24.2 ഉണ്ടായിരുന്നത് കുറച്ച് 21.9 വന്നു 90 days ആയപ്പം. BP വിത്ത് മരുന്ന് 130/90 ആയിരുന്നത് വിത്തൗട്ട് മരുന്ന് 90 days ആയപ്പോഴേക്കും 110/70 ഉള്ളൂ. അതുപോലെ അബ്ഡോമിനൽ സർക്കംഫറൻസ് 81 centimeters ഉണ്ടായിരുന്നു, അത് വയറിന്റെ ചുറ്റളവ് കുറഞ്ഞ് 70 കുറഞ്ഞു. ബോഡി ഏജ് വരുമ്പോൾ 67 ഉണ്ടായിരുന്നു, അത് 59 കുറഞ്ഞു. അവരുടെ കലണ്ടർ ഏജ് റിയൽ ഏജ് 65 ആണ്, വരുമ്പോൾ 2 വയസ്സ് കൂടുതലായിരുന്നു. 90 days ആയപ്പോഴേക്കും അത് 6 വയസ്സ് കുറഞ്ഞു എന്നുള്ളതാണ്. അപ്പം രോഗിക്ക് പേഷ്യൻറ്റിനാണേലും അത് ഫീൽ ചെയ്യും, നമ്മളുടെ ആ എനർജിയും ലെവലും എല്ലാം കൂടുന്നതും ആ യങ്നെസ് തിരിച്ചു വരുന്നത് അവർക്ക് തന്നെ ഫീൽ ചെയ്യാവുന്നതാണ്. കാരണം മരുന്നുണ്ടായിരുന്നു, അതില്ല, വേദനകളും ബുദ്ധിമുട്ടുകളും ഇല്ല. അപ്പം അത്ര ഡിഫറൻസ് ആണ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ സിംപ്ലി ഒന്ന് നോക്കുവാണെങ്കിൽ തുടങ്ങുന്നതിന് മുമ്പും, അതായത് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ തുടങ്ങുന്നതിന് മുമ്പും സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ 90 days ആയപ്പോഴത്തേക്കും ഇത് നമ്മൾ 90 daysന്റെ അസസ്മെന്റ് ആണ് വരുന്നത്. അപ്പം വരുന്ന എല്ലാ സിംറ്റംസും നമ്മൾ നീര്, വേദന, നീര്, ചൊറിച്ചില്, സ്കിന്നിലുണ്ടായിരുന്ന ലീഷൻസ് എല്ലാം വിതിൻ ഈ 90 days ആയപ്പോഴേക്കും മാറി. ആകെ സ്കിൻ ഡാർക്കനിങ്, പ്രത്യേകിച്ച് സ്കാറിങ് ഉള്ള ഏരിയയിൽ കാര്യമായിട്ട് ഉള്ള വ്യത്യാസം വന്നിട്ട് 60% വന്നുള്ളൂ. പിന്നെ ജോയിന്റിന് ആർത്രൈറ്റിസ് കാരണം, ശരിക്കും അത് റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് പോലെയുള്ള ഒരു നേച്ചറാണ് അതിനകത്ത് കാണിക്കുന്നത്. അതിനൊരു 20% റിഡക്ഷന് ഡിഫോംഡ് ആയത്, പക്ഷെ വേദനയൊക്കെ മാറി എന്നുള്ളത് ഓർക്കണം. അതുപോലെ ഡയലേറ്റഡ് വെയിൻസും അസ്വസ്ഥതയും വേദനയൊക്കെ മാറിയെങ്കിലും ഡയലറ്റേഷൻ ഇപ്പോഴും അവിടെ ഉണ്ട്, ഒരു 20% 30% ഒക്കെ കുറവ് വന്നിട്ടുള്ളൂ. ഏത് തരം ഗുളികകൾ കഴിക്കുന്നുണ്ടായിരുന്നു. ഒരു 1 month ആയപ്പോൾ തന്നെ എല്ലാ മരുന്നുകളും തീർന്നു. അതിന് 90 days വരുമ്പോൾ നോക്കിയിരിക്കേണ്ട വന്നില്ല എന്നുള്ളതാണ്. അത് യൂഷ്വലി അങ്ങനെയാണ്. മിക്കവാറും ജീവിതശൈലി രോഗങ്ങൾക്കായിട്ട് കഴിക്കുന്ന മരുന്നുകളിലെല്ലാം തന്നെ ഇതിനെ കറക്റ്റായിട്ട് നോക്കുന്ന പേഷ്യൻ്റാണ്. രോഗത്തിന്റെ മാറിലുമൊക്കെ കുറച്ചും കൂടെ, അതായത് നമ്മൾ ബ്ലഡ് പാരാമീറ്റേഴ്സ് ഒക്കെ കറക്റ്റായി വരാൻ കൂടുതൽ സമയം എടുക്കും. പക്ഷേ മരുന്നുകളെല്ലാം തന്നെ മിക്കവാറും വിതിൻ എ മന്ത് കുറച്ചും കൂടെ വന്ന് നിർത്താൻ പറ്റുന്നതാണ്. ഇവരുടെ അതുപോലെ തന്നെ 1 month ആയപ്പോഴേക്കും മരുന്നുകളെല്ലാം തീർന്നു. ബ്ലഡ് റിപ്പോർട്ട് ആണെങ്കിലും വിതിൻ 90 days ആയപ്പോഴേക്കും, പക്ഷെ അതിന് മുമ്പ് തന്നെ ഇവരുടെ എല്ലാ തന്നെ പാരാമീറ്റേഴ്സ് കറക്റ്റ് ആയിരുന്നു. ഈവൻ HbA1c BP എല്ലാ പാരാമീറ്റേഴ്സും വിതിൻ തുടങ്ങിയപ്പം അബ്നോർമൽ ആയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം 90 days ആയപ്പോഴേക്കും നോർമലായി. അതുപോലെ ബോഡി പാരാമീറ്റേഴ്സ് നോക്കിയാൽ വെയിറ്റ് തുടങ്ങുമ്പം 65 ഉണ്ടായിരുന്നു, അത് 58 കുറഞ്ഞു. പക്ഷെ ഫ്യൂച്ചറിൽ ശരിക്കും നമ്മൾ 55 കൊണ്ടുവരണമെന്നാണ്. ശരിക്കും അവർക്ക് ആ 3 months നന്നായിട്ട് കുറച്ചും കൂടെ ഒന്ന് ആക്റ്റീവ് ആയിരുന്നെങ്കിൽ 90 days ആയപ്പോൾ തന്നെ ആക്കാമായിരുന്നു. യൂഷ്വലി അങ്ങനെയാണ്, ഒരു 15 to 20% വെയിറ്റ് 3 months കുറയ്ക്കും. പിന്നെ ഒരു ഒത്തിരി ഓവർ വെയിറ്റ് അല്ലായിരുന്നു, അതും കൂടെ ഉണ്ട്. ഇപ്പം നമ്മൾ ഈ സെയിം പേഷ്യൻ്റ് തന്നെ 80 kg വല്ലതും ആണെന്നുണ്ടെങ്കിൽ കുറെ കൂടെ ഫാസ്റ്ററായിട്ട് കുറയ്ക്കാം. ഇതിപ്പം ഒത്തിരി ജസ്റ്റ് ഒരു ഓവർ വെയിറ്റ് എന്നേ ഉള്ളൂ. ഇനി ഓവർ വെയിറ്റ് സ്റ്റാറ്റസ് ഒക്കെ പോയി BMI 24.2 ഉണ്ടായിരുന്നത് 21.9 എത്തി. അബ്ഡോമിനൽ സർക്കംഫറൻസ് കുറഞ്ഞു, 81 നിന്ന് 70 വന്നു. ഐഡിയലി അതൊരു 65 കൊണ്ടുവരുവാണെങ്കിൽ നോക്കിയാണ്. BP 130/90 ഉണ്ടായിരുന്നു വിത്ത് മെഡിസിൻ, അത് വിത്തൗട്ട് മെഡിസിൻ 110/70 ഉള്ളൂ. ഫാറ്റ് പെർസെൻറ്റേജ് ആണെങ്കിൽ 35.7 ഉണ്ടായിരുന്നത് 30.8 കൊണ്ടുവരാൻ പറ്റും. ഐഡിയൽ എന്ന് പറയുന്നത് 25% ആണ്. അറ്റ്ലീസ്റ്റ് ബിലോ 30, ഈ 65 yearsലൊക്കെ 25 കൊണ്ടുവരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും പ്രാക്ടിക്കൽ ആവണമെന്നില്ല. ബിലോ 30% നിർത്താന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ ഈ രണ്ടും തമ്മിലുള്ള ഒന്ന് കമ്പയർ ചെയ്ത് കൺവെൻഷണൽ ട്രീറ്റ്മെന്റ്, കൺവെൻഷണൽ മോഡേൺ മെഡിസിൻ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേഷ്യന്റിന് ആണെങ്കിൽ എങ്ങനെയായിരുന്നു, ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിലേക്ക് വന്നപ്പം എന്താണ് വ്യത്യാസം. അപ്പൊ കൺവെൻഷണൽ ആണെങ്കിൽ നമ്മൾ പ്രഷർ ഉണ്ടെങ്കിൽ പ്രഷറിന് പിന്നെ കാലങ്ങൾ കഴിയുന്ന അനുസരിച്ച് പ്രഷറിന് കൂടുതൽ മരുന്ന് വേണ്ടി വരും. കൂടുതലും തന്നെ 2 ഗുളികയുണ്ട്, പിന്നെ ആഡ് ചെയ്യേണ്ടി വരും. പിന്നെ ഡയബറ്റീസ് ആണെന്ന് കണ്ടു, ഇനിയിപ്പോൾ സർജറി ഒക്കെ പ്ലാൻ ചെയ്യുകയാണ്, അപ്പോഴേക്കും മിക്കവാറും മരുന്ന് സ്റ്റാർട്ട് ചെയ്യും. ഡയബറ്റീസ് പേഷ്യൻസിന് മരുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും മിക്കവാറും വെയിറ്റ് കൂടാൻ തുടങ്ങും. അപ്പോൾ ഇവിടെ ആർത്രൈറ്റിസും വെരിക്കോസ് വെയിനും ഉള്ള പേഷ്യന്റ് വീണ്ടും വെയിറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഡിഫിക്കൽട്ടീസിലേക്ക് പോകും. അപ്പം ഇവർക്ക് 2 ഓപ്പറേഷനാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ ഈ 2 ഓപ്പറേഷനും കഴിഞ്ഞ് അതിൻ്റെ റെസ്റ്റും കൂടെ വരുമ്പോഴേക്കും ഡെഫിനറ്റ്ലി വെയിറ്റ് കൂടുമ്പോൾ വീണ്ടും കൂടുതൽ പ്രോബ്ലംസിലേക്ക് പോകാനും, അപ്പം ഡയബറ്റീസിൻ്റെയും ഹൈപ്പർ ടെൻഷൻ്റെയും കൊളസ്ട്രോളിൻ്റെയും ഒക്കെ മരുന്നിൻ്റെ ഡോസ് കൂട്ടേണ്ടി വരും. അപ്പം അതിനോടൊപ്പം നമ്മൾ ഈ സർജറി ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തൊക്കെ സൈഡ് എഫക്ട്സും ഇത് വരുമോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അതിൻ്റെ കോമോബിഡിറ്റീസ് വരാം. അപ്പം ഫ്യൂച്ചറിൽ കൂടുതൽ മെഡിസിനിലേക്കായിരിക്കും പോകുന്നത്. അപ്പം സർജറി കഴിഞ്ഞ് അതിൻ്റെ വേദനയ്ക്കൊക്കെ ആയിട്ട് കുറേ അധികം മരുന്നുകൾ കഴിക്കേണ്ടി വരും. അങ്ങനെ കൂടുതൽ മരുന്നിലേക്കായിരിക്കും നമ്മൾ കൺവെൻഷണൽ ട്രീറ്റ്മെൻറ്റിലേക്ക്, അതായത് നമ്മൾ മരുന്നും ഓപ്പറേഷനും ഒക്കെ വെച്ചാണെങ്കിൽ ഈ പേഷ്യൻറ്റിന് മിനിമം ഇമ്മീഡിയറ്റ്ലി തന്നെ 2 സർജറി വേണം. ഈ മരുന്നുകളുടെ എല്ലാം ഡോസ് കൂട്ടി ഉപയോഗിക്കേണ്ടി വരും. ഡയബറ്റീസിനും മെഡിസിൻ തുടങ്ങേണ്ടി വരും. ആ സമയത്ത് നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിലാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ എല്ലാ മരുന്നുകളും നിർത്തി ഒരു ഓപ്പറേഷനും ഇല്ലാതെ അവർക്ക് ഫ്രീ ആയിട്ട് നടക്കാവുന്നുള്ളൊരു നില വന്നു. നമ്മൾ ഈ വെരിക്കോസ് വെയിൻ്റെ സർജറി കഴിഞ്ഞാലും പിന്നെ വലിയ വേദനകൾ വരികയില്ല, കോംപ്ലിക്കേഷൻ ഒന്നും വന്നില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ വരികയില്ല. പക്ഷേ മുട്ടുമാറ്റി ശസ്ത്രക്രിയ കഴിഞ്ഞാൽ പിന്നെ നടക്കാറാകണമെങ്കിൽ തന്നെ നമ്മൾ ഒരു മിനിമം 3 മാസത്തെ റെസ്റ്റ് കഴിഞ്ഞ് അത് നടക്കാൻ തുടങ്ങുമ്പോൾ പെയിനൊക്കെ കൂടുമായിരിക്കും ചെയ്യുന്നത്. അതാണ് ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞത്. ശരിക്കും ഇതിൻ്റെ ഇവിടെ സിംറ്റം ഫ്രീ ആയെന്നുള്ളതാണ്. മറ്റേതാണെങ്കിൽ നമ്മൾ പലതരം ഓപ്പറേഷനും പിന്നെയും മരുന്നുകളും ചെയ്താലും മുഴുവനുള്ള മരുന്നുമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. പിന്നെ നമ്മൾ ഈ ഇമ്മ്യൂണിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേസിക്കലി ഈ മരുന്നുകളും ഒക്കെ എടുക്കുമ്പോൾ ഈവൻ നമ്മൾ ഡയബറ്റീസിന് വേണ്ടി കഴിക്കുന്ന മരുന്നുകൾ പോലും എല്ലാം ഇമ്മ്യൂണിറ്റിക്ക് ദോഷമേ വരുത്തുള്ളൂ. കാരണം എന്ത് മരുന്നാണെങ്കിലും അതൊരു കെമിക്കലായിട്ടാണ് ബോഡി കണക്കാക്കുന്നത്. അപ്പം കെമിക്കൽ വരുമ്പോഴേക്കും ഇമ്മ്യൂണിറ്റിക്ക് ഒരു നെഗറ്റീവ് ഇഫക്റ്റ് ആയിരിക്കും വരുന്നത്. പിന്നെ നമ്മൾ എന്ത് രോഗം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും അത് പേഷ്യൻ്റ് ഒരു കോംപ്ലക്സ് പേഷ്യൻ്റായി മാറും. അപ്പം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരു ഈവൻ ഒരു ന്യൂമോണിയ അല്ലെങ്കിൽ ഒരു കോമൺ കോൾഡ് വന്നു കഴിഞ്ഞാൽ പോലും, അല്ലെങ്കിൽ നമുക്കറിയാം കോവിഡൊക്കെ പോലെയുള്ള വന്നു കഴിഞ്ഞാൽ അവർക്കാണ് കോംപ്ലിക്കേഷനിലേക്ക് പോകാനുള്ള സാധ്യത കൂടുന്നത്. ഈവൻ മരണസാധ്യതയും കൂടും. അതുപോലെ തന്നെ ഒരു ആക്സിഡൻറ്റോ എന്തെങ്കിലും ഒരു മുറിവോ ഒക്കെ വന്നു കഴിഞ്ഞാലും അപ്പോൾ എപ്പോഴും ഒരു മരുന്ന് കഴിക്കുന്നതും രോഗമുള്ള ആളെപ്പോഴും ഒരു കോംപ്ലക്സ് പേഷ്യൻ്റായി മാറും. ആയിരിക്കും എപ്പോഴും. അതിൻ്റെ കൂടെ എന്തെങ്കിലും വരുമ്പോഴേക്കും മോർ ഡിഫിക്കൽട്ടീസ് വരും. അതേസമയത്ത് ഇപ്പം ഈ പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും രോഗങ്ങളുണ്ടായി, ഇതിപ്പോൾ എല്ലാം മാറി, മരുന്നുകളും നിർത്തി, അപ്പം നമ്മൾ ഫ്രീ ആകുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഇരിക്കുന്ന മരുന്നും ഇല്ല, ഷുഗറും ഇല്ല, പ്രഷറും ഇല്ല, കൊളസ്ട്രോളും ഇല്ലാത്ത ഒരാൾക്ക് ഒരു മുറിവോ ഒടിവോ ഒക്കെ വന്നു കഴിഞ്ഞാലും അത് ട്രീറ്റ് ചെയ്യാനും അതിൻ്റെ ബോഡിയുടെ ഹീലിംഗ് കപ്പാസിറ്റി മച്ച് ബെറ്റർ ആയിരിക്കും എന്നുള്ളതാണ്. അടുത്തതായി ഈ ചികിത്സാ രീതിയുടെ ശാസ്ത്രീയ അടിസ്ഥാനം എന്താണ് എന്ന് നോക്കാം. ക്ലിനിക്കൽ സൂപ്പർവിഷനോടെയും സപ്പോർട്ടോടെയും ഉള്ള ജീവിതശൈലി ക്രമീകരണത്തിൽ രോഗപ്രതിരോധത്തിലും രോഗമുക്തിക്കും നിദാനമായ ഇമ്മ്യൂണിറ്റിയെ, ശരീരത്തിന്റെ സെൽഫ് ഹീലിംഗ് പവറിനെ ശാക്തീകരിക്കാനാണ് ശ്രമിക്കുന്നത്. കേടായ ശരീരകോശങ്ങളെ മാറ്റി പുതിയ ആരോഗ്യമുള്ള കോശങ്ങളെ ഉണ്ടാക്കാനും ശരീരത്തെ പുതുക്കിപ്പണിത് ആരോഗ്യം വീണ്ടെടുക്കാനുമാണ് ഈ 3 കാര്യങ്ങൾക്കാണ് ഇതിൽ ഊന്നൽ നൽകുന്നത്. 1, ശരീരകോശങ്ങളുടെ നിർമ്മിതിക്ക് ആവശ്യമായ പോഷകങ്ങൾ എല്ലാം ഉത്തമമായ അളവിലും അനുപാതത്തിലും ശരീരത്തിന് ലഭിക്കുന്നു എന്നുറപ്പാക്കാൻ ശ്രമിക്കുന്നു. 2, വ്യക്തമായ പ്ലാനിങ്ങോടെയുള്ള മിതമായ വ്യായാമത്തിലൂടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളെയും ഉത്തേജിപ്പിച്ച് രക്തയോട്ടം വർദ്ധിപ്പിച്ച് ശരീരത്തിൽ അടിഞ്ഞ വിഷാംശം പുറത്തു കളയാൻ ശ്രമിക്കുന്നു. 3, ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും വായുവിലൂടെയും ലേപനങ്ങളിലൂടെയും കോസ്മെറ്റിക്കായും മരുന്നുകളായും ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാൻ ശ്രമിക്കുന്നു. പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും സ്ട്രോക്കും അലർജിയും ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളും ക്യാൻസറും ഒക്കെ ജീവിതശൈലി രോഗങ്ങളുടെ വിഭാഗത്തിലാണ് പെടുന്നത്. ഇന്ന് ലോകത്തിൽ ഉപയോഗിക്കപ്പെടുന്ന മരുന്നുകളിൽ ഏകദേശം 90%, ചെയ്യപ്പെടുന്ന ഓപ്പറേഷനുകളിൽ ഏകദേശം 90% ഇത്തരം രോഗങ്ങൾക്ക് വേണ്ടിയാണ്. അതായത് 90% മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കാനാകുന്നതേ ഉള്ളൂ. ജീവിതശൈലി രോഗങ്ങളെ മരുന്നോ ശസ്ത്രക്രിയയോ കൊണ്ട് മാറ്റാനാകില്ല. കാരണം ഇത്തരം ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണം മരുന്നിൻ്റെയോ ഓപ്പറേഷൻ്റെയോ കുറവല്ല. അതുകൊണ്ടാണ് ഒരിക്കൽ മരുന്ന് തുടങ്ങിയാൽ മരുന്നുകൾ തുടർച്ചയായി കഴിക്കേണ്ടി വരുന്നത്. അടുത്തത് ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയ അടിത്തറ വിലയിരുത്തേണ്ടതുണ്ട് എന്നതാണ്. ഞാൻ ഡോക്ടർ ജോളി തോംസൺ 1981 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും MBBS-ഉം തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MD-യും റീപ്രൊഡക്റ്റീവ് മെഡിസിനിലും സർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്ക് ശേഷം ഗവൺമെന്റ് സർവീസിൽ ചേർന്നു. 97-ൽ റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെന്ററിൽ മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിലും ചികിത്സിച്ചു മാറ്റുന്നതിലും ഊന്നൽ നൽകുന്നു. ഒരു പ്രധാന കാര്യം കൂടി എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. നാം കഴിക്കുന്ന മരുന്നുകളെല്ലാം
വിസർജ്യ വസ്തുക്കളായി നദികളിലേക്കും കുടിവെള്ളത്തിലേക്കും ചെടികളിലേക്കും ഭക്ഷ്യോൽപ്പന്നങ്ങളിലേക്കും എത്തും. അതായത് ഓരോ വ്യക്തിയും കഴിക്കുന്ന മരുന്നുകൾ വെള്ളത്തിലൂടെ എല്ലാ ജീവജാലങ്ങളിലേക്കും ഭൂമിയിലെ ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ ഭീഷണിയായി മാറുന്നു. അതിനാൽ ജീവിതശൈലി രോഗങ്ങളുടെ അടിസ്ഥാന കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ കണ്ടെത്തി പരിഹരിക്കാനും മരുന്നുകൾ കുറച്ചു കൊണ്ടുവന്ന് നിർത്താനും മരുന്നുകളിൽ നിന്ന് മോചനം നേടാനും കഴിയേണ്ടത് ഈ തലമുറയുടെ മാത്രമല്ല, വരാൻ പോകുന്ന തലമുറകളെ രാസമലിനീകരണത്തിന്റെ വിപത്തുകളിൽ നിന്നും സംരക്ഷിക്കാൻ അനിവാര്യമാണ്. ജീവിതശൈലി രോഗങ്ങൾക്കായി ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കുന്ന രീതി മാറണം. മരുന്നുകളിൽ നിന്നും മോചനം നേടേണ്ട ആവശ്യകതയെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാകണം. അതിനാൽ ജീവിതശൈലി രോഗങ്ങൾക്കായി മരുന്ന് കഴിക്കുന്നവർക്കും ഓപ്പറേഷന് തയ്യാറെടുക്കുന്നവർക്കും ഷെയർ ചെയ്യാൻ ഓർമ്മിക്കുക. താങ്ക് യു.